ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of God be glorified. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരും ഞാൻ ക്രിസ്തു നാമത്തിൽ വന്ദനം ചെയ്യുന്നു. Once again I greet you all in the name of Christ Jesus. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ചിന്തയെ ഞാനൊരു ചെറിയ വചനത്തിലേക്ക് ക്ഷണിക്കുന്നു. I invite you all to meditate upon this portion of the Word of God. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 Peter chapter 2 verse 6. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവൻ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. And therefore it is also contained in the scripture, behold, I lay in Zion a chief cornerstone, elect, precious, and he who believes on him will by no means be put to shame. പത്രോസ് ഈ ഭാഗം കൂട്ടിയിരിക്കുക യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. Peter is quoting from Isaiah chapter 28 verse 16. നമ്മൾ അവിടെ വായിക്കുമ്പോൾ യെശയ്യാ 28-ന്റെ 16 ഒന്ന് വായിക്കാം. Let us read Isaiah chapter 28 verse 16. അതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. Behold, I lay in Zion a stone for foundation, a tried stone, a precious cornerstone, a sure foundation. Whoever believes will not act hastily. ഇവിടെ എൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഈ ഹു ബിലീവ്സ് ഇൻ ഇറ്റ് വിൽ നോട്ട് ബി ഡിസ്റ്റർബ്ഡ് എന്നാണ്. In my English Bible it says, he who believes in him will not be disturbed. എന്നാൽ ഇവിടെ പത്രോസിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ മലയാളത്തിൽ ലജ്ജിച്ചു പോകയില്ല എന്ന് പറയുമ്പോൾ ആ വാക്യം ഒന്നുകൂടെ അവിടെ പറയുന്നത് നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവുകയില്ല. But when we read in 1 Peter, we read that it says, will not be put to shame, which means that you will not be disappointed. പത്രോസ് നമ്മൾ ഇവിടെ യെശയ്യാ പറയുന്നു ഓടിപ്പോകയില്ല, എന്നാൽ പത്രോസ് പറയുന്നു ലജ്ജിച്ചു പോകയില്ല. Isaiah says the person will not make haste, but Peter says they will not be put to shame. യെശയ്യാവ് ഒരു പ്രവാചകനായിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. Isaiah is a prophet. എന്നാൽ പത്രോസ് ഒരു പ്രവാചകനല്ല, പത്രോസ് യേശുവിന്റെ മഹിമ കണ്ട അപ്പോസ്തലനാണ്. But Peter is not a prophet, but he was an apostle who saw the glory of Jesus. യേശുവിനെ പറ്റി നല്ലപോലെ അറിയാവുന്നത് പത്രോസിനാണ്. Peter knows a lot about Jesus. യെശയ്യാവിന് അത്ര അറിയത്തില്ല. യെശയ്യാവിന് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തത് അവിടെ എഴുതിയത് മാത്രമേ ഉള്ളൂ. Isaiah doesn't know that much. What he heard from the Spirit of God he wrote. അതുകൊണ്ട് യെശയ്യാവ് എഴുതിയപ്പോൾ ഓടിപ്പോകയില്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ് ആകയില്ല എന്ന് എഴുതുവാനിടയായി തീർന്നു. So when Isaiah wrote that, he wrote, he will not make haste, or the person will not be എന്നാൽ disturbed. കർത്താവിനെ അടുത്ത് കണ്ടവർക്കറിയാം ഒരു നാളും നാം ലജ്ജിച്ചു പോകയില്ല. But those who know the Lord clearly know that they will not be put to shame. നമ്മൾ ലജ്ജിപ്പിക്കാത്ത ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. We are worshiping a God who will not put us to shame. ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. And this morning the presence of the Lord is with us. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. So Peter says, therefore to you who believe, he is precious. ആമേൻ. നമ്മൾ മാന്യത ഉള്ള ആൾക്കാരാണ്. We are those with honor. ദൈവമക്കൾക്കാണ് ഓണറുകൾ ഉള്ളത്. The people of God have honor. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞത് നമ്മളൊരു ഹിസ്റ്ററി ആയിട്ട് മാറുമെന്നുള്ളത്. That is why we heard that we'll turn into history. ആമേൻ. ഈ സ്ഥലത്തിന്റെ പേര് സെന്റ് ജോൺ എന്നാണ്. This place is known as Saint John. ആമേൻ. ഇത് യോഹന്നാൻ സ്നാപകന്റെ ഓർമ്മയ്ക്കായിട്ടിട്ട പേരാണ്. This city was named in honor of John the Baptist. അപ്പോസ്തലന്മാരുടെ പേരുകളിൽ അറിയപ്പെടുന്ന പല സ്ഥലങ്ങളും സഭകളുമുണ്ട്. We know many churches and places that are named after apostles. ആമേൻ. അതുകൊണ്ട് തിമോത്തിയോസിന്റെ പൗലോസ് ലേഖനം പറയുന്നു, നിന്റെ അഭിവൃദ്ധി പ്രസിദ്ധമായി തീരേണ്ടതിന് നീ ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളണം. So when Paul is writing to Timothy, he says, so that your progress may be known to all, be diligent to your doctrine. കർത്താവിന്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ആമേൻ കർത്താവിന്റെ ചരിത്രമായി മാറുവാനായിട്ട് കഴിയും. Those who hold on to the teaching and doctrine of the Lord Jesus will turn into the ആമേൻ. history. പത്രോസ് പറയും ഇത്ര ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല്. Peter says here is a precious and honorable stone, അത് സിയോനിലിടുന്നു. and it is laid in Zion. ആമേൻ. ആര് വിശ്വസിക്കാത്തവർക്ക് യേശു ഒരു ഇടർച്ചയായി മാറി. But whoever does not believe, it will become a stumbling stone. ആമേൻ. എന്നാൽ വിശ്വസിക്കുന്നവർക്ക്
ആമേൻ അവർക്ക് മാന്യതയുണ്ട്. But to those who believe, they have honor. ഇന്ന് പകൽക്കാലം കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളെ ദൈവം ഹോണർ ചെയ്യുവാനിടയായി. Today, if you're believing in the Lord, the Lord will honor you. നിങ്ങളുടെ ഭവനത്തെ ഹോണർ ചെയ്യുവാനിടയായി. And God will honor your house. നിങ്ങളുടെ ജോലിയെ ഹോണർ ചെയ്യുവാനിടയായി. And God will honor your job. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹോണർ ചെയ്യുന്ന ദൈവം. And God will honor your children. നമ്മുടെ തലമുറകളെ മാനിക്കുന്ന ദൈവമാണ്. God honors our offspring. ആമേൻ ഇത് വെറുതെ പറയുന്നതല്ല. And this is not said simply. ഇത് ജീവന്റെ വചനമാണ്. This is the words of life. ഇത് ശക്തിയുള്ളതാണ്. This is with power. ആമേൻ ഇത് പവർഫുൾ ആണ്. This is powerful. ഇത് ഉയരത്തിലെ വചനമാണ്. This is words from high. ഇത് സകലത്തെ ഉണ്ടാക്കിയ വചനമാണ്. This is the word that had created everything. അതുകൊണ്ട് പത്രോസിന് നല്ല വ്യക്തമായിട്ട് അറിയാം. So Peter knew clearly. പത്രോസ് യേശുവിനെ ആമേൻ സ്തോത്രം അടുത്ത് സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ അപ്പോസ്തലനാണ്. Because Peter was an apostle who clearly loved the Lord. ആമേൻ പത്രോസിനെ കർത്താവ് ഏത് കാര്യത്തിലും എടുത്തിയാടുന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. Peter was a person who would jump for anything for the Lord. എന്നാൽ ക്രൂസിലേക്ക് എത്തിയപ്പോൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുവാനിടയായി. But when he came close to the cross, he denied the Lord. അതുകൊണ്ട് പത്രോസിന് ഹല്ലേലൂയ സ്തോത്രം ഈ ലേഖനം എഴുതുവാൻ ആമേൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നത് ഇങ്ങനെയാണ്, ഈ ചിന്തയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ആമേൻ പത്രോസ് യേശുവിനെ തള്ളിക്കളഞ്ഞെങ്കിൽ യേശു പത്രോസിനെ തള്ളിക്കളഞ്ഞില്ല. Even though Peter denied the Lord Jesus did not deny Peter. അതുകൊണ്ട് പത്രോസ് എഴുതിയത് അവൻ വിശ്വസിക്കുന്നതിന് മാന്യതയുണ്ട്. And that is why Peter wrote, those who believe in him will not കാരണം be പത്രോസിന് ഇത് പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ കിട്ടി? So how did Peter receive that confidence? ആമേൻ ഹല്ലേലൂയ. ആമേൻ പെന്തക്കോസ്ത് നാളിൽ പത്രോസും അവിടെ 11 അപ്പോസ്തലന്മാരോട് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, On the day of Pentecost, when Peter and all the other disciples were worshiping the Lord, യെരൂശലേം പെരുന്നാളിന് വന്ന സകല രാജ്യക്കാരുടെ ഭാഷകൾ ഇവർ സംസാരിക്കുവാനിടയായി തീർന്നു. and all those who came to the festival at Jerusalem, and they heard their languages being spoken. അത്രയ്ക്ക് അത്ഭുതകരമായ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആ ഭാഷകൾ അല്ലെങ്കിൽ വിവിധ ഭാഷകളാൽ ദൈവം അവരെ നിറയ്ക്കുവാനിടയായി തീർന്നു. And God miraculously filled them with many different languages. ആമേൻ ഹല്ലേലൂയ. സാധാരണ ഒരു മുക്കുവനായ ഒരു വ്യക്തിയെ ഈ ലോകം അത്ര ആമേൻ മാന്യത കാണിക്കുകയില്ല. For such a fisherman, the world will not show honor. എന്നാൽ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്ഥാനപ്പെടുവാനിടയായി. But in Peter's sermon, 3,000 people were baptized. അതുകൊണ്ട് പത്രോസിന് ധൈര്യമായിട്ട് പറയുവാനായിട്ട് കഴിയും. So Peter was able to say confidently അവൻ വിശ്വസിക്കുന്നവന് മാന്യതയുണ്ട്. that those who believe in him will have honor. അതുകൊണ്ട് അവൻ ഒരുത്തൻ ലജ്ജിച്ചു പോകയില്ല. And that's why those who believe in him will not be put to shame. ആമേൻ. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, The writer of Hebrews says, ആമേൻ, എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, in Hebrews chapter 3 verse 1 he says, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. that consider the apostle and high priest of our confession, Jesus Christ. ആമേൻ. യേശുവിനെ ഹല്ലേലൂയ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാനാണ് പറയുന്നത്. It says to look carefully at Jesus. ആമേൻ. യേശുവിനെ നോക്കി കഴിഞ്ഞാൽ യേശു ആരാണെന്നുള്ളത് നമ്മുടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. When we look carefully at Jesus, we understand who he is. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ആരാണെന്നുള്ളതിന് ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് വരും. And then there will be a realization of who Jesus truly is in our hearts. ആമേൻ. ഇവിടെ യേശു ഭൂമിയിൽ വന്ന ഒരു സാധാരണ മനുഷ്യനായ യേശു ആയിരുന്നില്ല. Jesus was not just a normal man who lived on this earth. ആമേൻ. കൊലോസ്യ ലേഖനം പൗലോസ് എഴുതുമ്പോൾ ഇപ്രകാരം എഴുതുന്നു. When Paul writes Colossians, he writes, ആമേൻ. അതിന്റെ 1-ന്റെ 15, 16, 17 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. verse 15 and 16. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. He is the image of the invisible God, the firstborn over all creation. സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായത്, അദൃശ്യമായത്, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. For by him all things were created, that are in heaven and that are on earth, visible and invisible, whether thrones or dominions or principalities or powers, all things were created through him and for him. അവൻ മുഖാന്തരവും അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. All things were created through him and for him. ആമേൻ. കർത്താവിന്റെ മഹത്വത്തോടെ വർണ്ണിക്കുന്നത്. And it is describing the glory of the Lord. കർത്താവിന്റെ ഗ്ലോറിയാണ് വർണ്ണിക്കുന്നത്. It is describing the glory of Jesus. അവനാണ് അധികാരമുള്ളത്. He is the one with authority. ഇവിടുത്തെ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ഇവിടെ ആയിരിക്കണമെന്ന് കർത്താവ് തീരുമാനിക്കും. The Lord decides which government should be here. ഇവിടുത്തെ അതോറിറ്റി എത്ര ആൾ ഉണ്ടെന്നുള്ളത് കർത്താവാണ് The തീരുമാനിക്കുന്നത്. Lord decides how long the authority will last here. കർത്താവ് അറിയാതെ ഒരു അതോറിറ്റി ഇല്ല. And without the Lord knowing, there is no ഒരു authority. അധികാരവും കർത്താവ് അറിയാതെ ഇവിടെ സംഭവിക്കത്തില്ല. There is no authority that happens without the Lord knowing. അതുകൊണ്ട് പീലാത്തോസിന് മുമ്പിൽ കർത്താവിനെ വിചാരണയ്ക്ക് നിർത്തുമ്പോൾ, That is when Jesus stood on trial before Pilate. ആമേ, കർത്താവ് പീലാത്തോസ് പറഞ്ഞു, എനിക്ക് അധികാരമുണ്ട്, നീ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ വിടുവിക്കാം എന്ന്, നീ രാജാവാണ് എന്ന് നീ ഒന്ന് സമ്മതിച്ചാൽ മതി, ഞാൻ നിന്നെ വിടുവിക്കാം. Pilate said, I have authority to release you. Just confess that you're a king and I can release you.
ആമേൻ. അത് അല്ലെങ്കിൽ അത് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മുകളിൽ നിന്ന് അധികാരം ലഭിച്ചിട്ടില്ല, നിനക്കത് തൊടാൻ പറ്റത്തില്ല. But the Lord replied back to him, unless you receive power, authority from on high, you can't do anything. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന കർത്താവ് അധികാരമുള്ള കർത്താവാണ്. So the one whom we worship has authority. സകലത്തെ സൃഷ്ടിച്ച കർത്താവാണ്. He is the Lord who created everything. ആമേൻ. നിങ്ങളുടെ ജീവിതം തുടരണമെങ്കിൽ കർത്താവ് വിചാരിക്കണം. If anyone has to touch your life, the Lord decides that. പിശാച് നിങ്ങളുടെ ജീവിതം തുടരണമെങ്കിൽ കർത്താവ് അനുവദിക്കണം. If the devil has to touch your life, the Lord has to permit it. നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത്. But you should not give place to the devil. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾ കളയരുത്. You should not lose your protection. നിങ്ങളുടെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ കളയരുത്. Through your word, work, or whatever you do, you should not lose your protection. ആമേൻ. യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ When we read the book of Job, യോബിന്റെ അകത്ത് നല്ല ഭയമുണ്ടായിരുന്നു. Job had great fear within him. ആമേൻ. എന്റെ മക്കൾ മരിച്ചു പോകുമോ, That whether his children would die, എന്റെ സമ്പത്ത് നഷ്ടപ്പെടുമോ, whether he would lose his wealth, എന്റെ എല്ലാ മഹത്വവും നഷ്ടപ്പെടുമോ, whether he would lose all his glory. ആമേൻ. അവൻ അതിഭക്തനായിരിക്കുമ്പോൾ തന്നെ While he was a devout man, അവന്റെ അകത്ത് നല്ല ഭയമുണ്ടായിരുന്നു. but he had fear within him. അതുകൊണ്ട് യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, So we read in the book of Job അവൻ ഭയപ്പെട്ടതുപോലെ തന്നെ അവന് ഭവിച്ചു. that whatever he feared happened to him. ഇന്ന് നിങ്ങൾ ഭയപ്പെടുന്നവരായി തീരൽ. You shouldn't be people who fear. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഭയപ്പെടല്ലേ. You shouldn't fear looking at your ആമേൻ. നിങ്ങൾ circumstances. ഭയപ്പെട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. If you fear that, that will happen to you. നിങ്ങളുടെ ഭയത്തിൽ കൂടെ പിശാച് എൻ്റർ ചെയ്യുവാൻ ഇടയായി തീരും. Through your fear, the devil will enter. നിങ്ങളുടെ ഏത് സാഹചര്യത്തൊക്കെ നിങ്ങൾ ഭയപ്പെടുവാൻ ഇടയായി തീരും. You should not fear looking at any circumstance. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് അധികാരമുള്ള കർത്താവാണ്. Because the one whom we worship is a Lord അവൻ of ഈ authority. ലോകത്തിലെ സകല വാഴ്ചകൾക്ക് മീതെ നിൽക്കുന്ന കർത്താവാണ്. And he is the Lord who stands above all authorities. in this അവന്റെ world. നാമം സകലത്തിനും മീതെയുള്ള നാമം. And his name is above all things. അവന്റെ നാമം നിങ്ങളുടെ എല്ലാ വേദനകളെക്കാളും മീതെയുള്ള നാമം. And his name is above all the pain that you can face. നിങ്ങളുടെ ബാക്ക് പെയിനേക്കാൾ മീതെയുള്ള നാമം യേശുവിന്റെ നാമമാണ്. The name of the Lord Jesus is above your back pain. ആമേൻ. നിങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതയേക്കാൾ ആ നാമത്തിനേക്കാൾ ഉയർന്ന യേശുവിന്റെ നാമമാണ്. The name of the Lord Jesus is above all the bodily അവൻ pains. അധികാരമുള്ളവനാണ്. And he is the one with authority. അവൻ സർവ്വത്തിന്റെ അധിപതിയാണ്. And he is the one who carries all things. അവൻ നമ്മളെല്ലാം സൃഷ്ടിച്ച ദൈവം. And he is the God who created all of us. നമുക്ക് അവന്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ ചെല്ലാം. And with confidence we can approach him. അവൻ വിശ്വസിക്ക് ലജ്ജിച്ചു പോകയില്ല. And those who believe in him will not be put to shame. ആമേൻ. നമ്മെ രാജകീയ പുരോഹിത വർഗ്ഗമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Because we are being built up as a royal priesthood. കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഓരോ വ്യക്തികളും All those who are baptized in the name of the Lord Jesus, നിങ്ങൾ റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. you become a royal priesthood. നിങ്ങളെ ഭൂമിയിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. And God is building you upon this earth. ആമേൻ. നിങ്ങളുടെ കർത്താവിന്റെ ആമേൻ അക്ഷരികമായ രാജ്യത്തിലേക്ക് നിങ്ങളെ രാജകീയ പുരോഹിതന്മാരായിട്ട് വാഴുവാനായി പണിതുകൊണ്ടിരിക്കുകയാണ്. And he is building you up to become royal priesthood in his literal world. ആമേൻ. ഇവിടെ ചിലപ്പോൾ നമ്മൾ ചില പ്രതിസന്ധികൾ കൂടെ നമ്മൾ കടന്നു പോയും. Maybe here you will go through many different circumstances, ഒരിക്കൽ ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കും. but you will not be put to shame. മറ്റുള്ളവരെ മാനിക്കുന്ന ദൈവമാണ്. Because God honors us. ഞാൻ പ്രോസ്പെരിറ്റി തിയോളജി അല്ല പറയുന്നത്, I'm not preaching prosperity here. ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. I'm preaching the word of God. ആമേൻ. നമ്മളെ ഏത് ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക വേണ്ട. You should not think about the circumstance you're facing now. നമ്മളെല്ലാം കടന്നു വ്യത്യസ്ത സാഹചര്യങ്ങൾ കൂടെയാണ്. We all go through different situations. ഒത്തിരി പെയിൻഫുൾ സിറ്റുവേഷൻ കൂടെയാണ്. We go through painful situations. ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കാം. And you might be going through a painful പക്ഷെ നിങ്ങൾ situation. മുറുകെ പിടിക്കുക. But you have to hold tightly. അതുകൊണ്ടാണ് ഇബ്രാഹിം പറഞ്ഞ ഞങ്ങൾ ആമേൻ നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കുക. That is why in Hebrews it says, hold fast your confession. നിങ്ങളുടെ കൺഫെഷൻ മുറുകെ പിടിക്കുക. To hold fast your confession. നമ്മളെപ്പോഴും നമ്മുടെ ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. Because we have a great high priest. 24 മണിക്കൂർ നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ. He's a high priest who intercedes for us. ആമേൻ. അവന്റെ അടുക്കലേക്ക് നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം. And with confidence we can approach him. എബ്രായ ലേഖനകർത്താവ് 4:16 പ്രകാരം In പറയുന്നു, Hebrews chapter 4 verse 16 it says, അതുകൊണ്ട് തക്ക സമയത്തെ കരുണ ലഭിപ്പാനും and to find grace and mercy, കൃപ പ്രാപിപ്പാനും and to find grace ധൈര്യത്തോടെ in time of need we can വളരെ approach confidently. കോൺഫിഡന്റ് ആയിട്ട് With confidence അവന്റെ അടുത്തേക്ക് ചെല്ലുക. we can approach him. ആമേൻ. നിങ്ങൾ ഒരു കാര്യത്തിൽ ലജ്ജിച്ചു പോകുകയില്ല. And you will not be put to shame. നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. Because he honors നിങ്ങളെ us. ഉയർത്തുന്ന ദൈവമാണ്. He is a God who lifts you up. എന്നാൽ നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കയ്യിലിരിക്കുക. But the protection is within your നിങ്ങളുടെ hands. പ്രൊട്ടക്ഷൻ നിങ്ങൾ പിശാചിന് വിട്ടുകൊടുക്കരുത്. Your protection you should not leave it to the ഒരു devil. ലൂപ്പോളം പിശാചിന് വിട്ടുകൊടുക്കരുത്. You should not open any loophole to the devil. ജീവിതത്തിനകത്തേക്ക് പിശാചിനെ എൻ്റർ ചെയ്യിക്കരുത്. The devil should not enter around your life. നിങ്ങളുടെ അകത്ത് ഐക്യത്തോടെ സ്നേഹത്തോടെ മുമ്പോട്ട് പോയി. You should go forward with love and unity. സാത്താനുകൾ തൊടുവാൻ That സാധിക്കും. no devil will approach you. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പോൾ കർത്താവിന്റെ മഹത്വത്തെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇവിടെ വർണ്ണിക്കുവാനിടയായി തീർന്നു. And here it describes the glory of the Lord കൊലോസ്യർ Jesus. 1:17 പ്രകാരം നാം വായിക്കുന്നു, അവൻ സർവ്വത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു, അവൻ സഭ എന്ന ശരീരത്തിന് തലയാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ട ആരംഭവും മരിച്ചവരുടെ ആദ്യമായി എഴുന്നേറ്റവനുമാകുന്നു. And we read in verse 17 onwards, and he is before all things, and in him all things consist, and he is the head of the body, the church, who is the beginning, the firstborn from the dead, and that in all things he may have the preeminence.
ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ സഭ എന്ന തലയാണ്, നമ്മുടെ തല യേശുവാണ്. And the Lord Jesus is our head. ഇവിടെ നിൽക്കുന്ന നമ്മൾ ആരും ഒരു കർത്താവിന്റെ ദാസന്മാരും സഭയുടെ തലയല്ല. Here, no servant of the Lord is the head of the church, ആമേൻ. തല യേശു ക്രിസ്തു മാത്രമാണ്. but the head is the Lord Jesus. അവന്റെ നിറമാണ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. And of his fullness is the church. ആ ഫുൾനെസ് ആണ് എഫേസ്യയിലെ 1:20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ And we read in Ephesians യേശുവിനെ പിതാവാം ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. that the Lord Jesus is given to the church by the Father. സഭയ്ക്കകത്ത് വരുമ്പോഴാണ് വിടുതൽ ഉണ്ടാകുന്നത്. And inside the church there is deliverance. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നിറവ് ഈ സഭയ്ക്കകത്തുണ്ട്. So the fullness of the Lord Jesus is in the നമ്മളത് church. വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. And we have to believe that.